ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാർഷിക മൂല്യനിർണ്ണയം 2024-25 ഉദ്ഗതനം 2ാം ദിവസം ഇൻ്റഗ്രേഷൻ ഡേ 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകളിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെഡിയാണോ? അപ്പോൾ ഇന്നത്തെ എക്സാമൊക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും, എല്ലാവർക്കും A+ തന്നെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം. പ്രവർത്തനം 6 കൂട്ടങ്ങളാക്കാം എന്ന പ്രവർത്തനമാണ്. ഓക്കെ, കൂട്ടങ്ങളാക്കാം. കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്സ് ആക്കുക അല്ലേ. ഇവിടെ ഋതിക, മിനിക്കുട്ടി, രാജി ഇവർ 3 പേരും കൊടുന്ന സ്കൂളിലെ അലങ്കാരത്തിന് കൊടുന്ന പൂക്കൾ, റിബണ്, ബലൂണ് ഇവയുടെ എണ്ണം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ ശരിയായ രീതിയിൽ കൂട്ടങ്ങളാക്കിയിട്ട് ഇവിടെ അലങ്കരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം കൊടുത്തിട്ടുള്ളത് ഋതിക 20 പൂക്കളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, 20 പൂക്കൾ. അപ്പോൾ 20 പൂക്കളെ നമുക്ക് എങ്ങനെയൊക്കെ കൂട്ടങ്ങളാക്കാൻ വേണ്ടി പറ്റും കൂട്ടുകാരെ? നമുക്ക് ഒരുപാട് കൂട്ടങ്ങളാക്കാം അല്ലേ. 10 വെച്ച് കൂട്ടങ്ങളാക്കാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് 5, 15 എന്ന കൂട്ടങ്ങളാക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 12, 8 എന്ന കൂട്ടങ്ങളാക്കാം. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2, 18 എന്ന കൂട്ടങ്ങളാക്കാം. അങ്ങനെ ഒരുപാട് കൂട്ടങ്ങളാക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കൂട്ടം നിങ്ങൾ ഇവിടെ എഴുതിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ കൂട്ടമായ 10 എന്ന കൂട്ടം എഴുതാം. അപ്പോൾ 10 പൂക്കൾ ഇവിടെയും അലങ്കരിക്കാം, 10 പൂക്കൾ ഈ സൈഡിലും അലങ്കരിക്കാം അല്ലേ. ഇനി അടുത്തത് മിനിക്കുട്ടി കൊണ്ടുവന്നിട്ടുള്ളത് 20 റിബണാണ്. ഓക്കെ, അപ്പോൾ 20 റിബണാണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് വേണമെങ്കിൽ 5 റിബൺ ഈ സൈഡിലും 15 റിബൺ ഈ സൈഡിലും കെട്ടിയിട്ട് അലങ്കരിക്കാം. ഓക്കെ, അപ്പോൾ 5, 15 എന്ന രീതിയിൽ എഴുതാവുന്നതാണ്. ഇനി അടുത്തത് നോക്കൂ, അടുത്തത് രാജിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ബലൂൺ ആണല്ലേ. അപ്പോൾ ബലൂൺ നമുക്ക് എങ്ങനെ അലങ്കരിക്കാം, ഈ സൈഡിൽ 12 എണ്ണം വെച്ചിട്ടും ഇവിടെ 8 എണ്ണം വെച്ചിട്ടും അലങ്കരിക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം, പക്ഷെ എന്താണ്, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 20 എന്ന് കിട്ടണം. ഓക്കെ, ഇവിടെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്താണ്, 10ഉം 10ഉം കൂട്ടുമ്പോൾ 20 എന്ന് കിട്ടും, 5ഉം 15ഉം കൂടെ കൂട്ടുമ്പോൾ 20 എന്ന് കിട്ടും, 12ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ 20 എന്ന് കിട്ടും, 2ഉം 18ഉം കൂടെ കൂട്ടുമ്പോൾ 20 എന്ന് കിട്ടും. അപ്പോൾ ഏത് കൂട്ടങ്ങളായാലും പ്രശ്നമില്ല, പക്ഷേ 2 കൂട്ടങ്ങളും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 20 എന്ന് ഉത്തരം കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഉത്തരം ശരിയാവുകയുള്ളൂ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് താഴേക്ക് നോക്കാം. 18 പൂക്കളിൽ പകുതി എണ്ണം മീനുവിന് കൊടുക്കുന്നു. മീനുവിന് കിട്ടുന്നത് എത്രയാണ്? ആകെ എത്ര പൂക്കളാണുള്ളത്? 18 പൂക്കളാണുള്ളത് അല്ലേ. അപ്പോൾ 18 പൂക്കളിൻ്റെ പകുതിയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. 1 പൂവ്, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 പൂക്കൾ. ഇതിൻ്റെ പകുതിയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ പകുതി കൊടുക്കുമ്പോൾ എത്ര എണ്ണം കൊടുക്കേണ്ടി വരും കൂട്ടുകാരെ? നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണം കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, 9 എണ്ണം നമ്മുടെ മീനുവിന് കൊടുത്തു. ഇനി എന്താണ്, സ്വന്തം കയ്യിലും 18 എണ്ണം വേണ്ടേ? അപ്പോൾ 9 എണ്ണം വേണം അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ 9 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 9 + 9 എന്ന് പറയുന്നത് 18 ആണ് അല്ലേ. അപ്പോൾ 18ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അപ്പോൾ മീനുവിന് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടായിരിക്കും? 9 എണ്ണം കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് എന്തെല്ലാം പറഞ്ഞിരിക്കാം എന്നുള്ളതാണ്. ഇവിടെ എന്താണ്, ഇവിടെ മുത്തശ്ശിയും അതുപോലെ ഋതികയും മീനുകുട്ടിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അപ്പോൾ ഋതിക പറയാണ്, മുത്തശ്ശി ഇത് ആരാണ് എന്ന് മനസ്സിലായോ? മുത്തശ്ശി പറയാണ് ഇല്ല. അപ്പോൾ ഋതിക എന്താ പറയുക, ഇത് എൻ്റെ കൂട്ടുകാരിയാണ് എന്ന് പറയൂ അല്ലേ. അപ്പോൾ ഇത് എന്താണ് പറയാം, ഇത് എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പോൾ മുത്തശ്ശി എന്താവും അടുത്ത് ചോദിക്കുക, കൂട്ടുകാരിയുടെ പേരെന്താണ് എന്ന് ചോദിക്കും അല്ലേ. കൂട്ടുകാരിയുടെ പേരെന്താണ്? അവർ ഋതിക എന്താ പറയുക, മീനുട്ടി എന്ന് പറയും അല്ലേ, മീനുട്ടി. അപ്പം മുത്തശ്ശി വീണ്ടും ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ എങ്ങോട്ടാണ്
പോകുന്നത്. അപ്പോൾ ഋതിക എന്താ പറയുക? ഞങ്ങൾ സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും ഋതികയും മുത്തശ്ശിയും മീനുട്ടിയും തമ്മിലുള്ള സംഭാഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. അടുത്തത് 8ാമത്തെ പ്രവർത്തനമാണ് നന്നായി വളരാൻ. നല്ല ആരോഗ്യത്തിന് നാം കഴിക്കേണ്ട ആഹാര സാധനങ്ങൾക്ക് സ്മൈലി വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇത്രയും ആഹാര സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ നല്ലത് ഏതൊക്കെയാണ്? പാൽ എന്താണ്? പാൽ നല്ലതാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വരച്ചു കൊടുക്കാം? സ്മൈലി വരച്ചു കൊടുക്കാം. ഇതെന്താണ്? പച്ചക്കറികളും പഴങ്ങളുമാണ്, അതും നല്ലതാണ്, അപ്പോൾ സ്മൈലി വരച്ചു കൊടുക്കാം. ഇതെന്താണ്? ഷവർമ കാര്യങ്ങളൊക്കെയാണ്, നല്ലതാണോ? അല്ല. അടുത്ത ഐസ്ക്രീമും നല്ലതല്ല. ഇവിടെ കൊട്ടയിലുള്ളത് എന്താണ്? പച്ചക്കറികളാണ്, അതും നല്ലതാണ്, അപ്പോൾ സ്മൈലി വരച്ചു കൊടുക്കുക. അരി, ഗോതമ്പ് തുടങ്ങിയവ നല്ലതാണ്, അതിന് സ്മൈലി വരച്ചു കൊടുക്കുക. ഇവിടെ ഫിഷ്, അതുപോലെ തന്നെ മീറ്റ്, എഗ്ഗ് ഒക്കെയാണ്, അതിന് സ്മൈലി വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട നല്ല സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇനി താഴേക്ക് നോക്കൂ. കൂട്ടത്തിൽ പെടാത്തതിനെ വട്ടത്തിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പഴം, പൈനാപ്പിൾ, ബർഗർ, ആപ്പിൾ, ക്യാരറ്റ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ബർഗറാണ്. അപ്പോൾ ബർഗറിന് വട്ടം വരച്ചു കൊടുക്കുക, അത് അൺഹെൽത്തി ഫുഡാണ്. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് പ്രവർത്തനം 9 കഥ എഴുതാം എന്ന പ്രവർത്തനമാണ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു കുട്ടി ഒരു ബ്രഷ് കൊണ്ട് ചിത്രം വരക്കുകയാണ്. ആ ചിത്രം എന്താണ്? ഒരു മാജിക്കൽ ചിത്രമാണല്ലേ. അപ്പോൾ ഈ ചിത്രത്തെ കുറിച്ചിട്ടും ഈ ഒരു പെൻസിൽ കിട്ടിയതിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഇവിടെ കഥയായിട്ട് എഴുതാം. എന്താണ്? നമുക്ക് മീനുട്ടിന്നോ എന്തെങ്കിലും എഴുതാം. മീനുട്ടിക്ക് ചിത്രം വരക്കാൻ അറിയില്ലായിരുന്നു. അങ്ങനെ മീനുട്ടിക്ക് വളരെ നല്ല ആഗ്രഹമായിരുന്നു ചിത്രം വരക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരിക്കൽ അവൾക്കൊരു ബ്രഷ് കിട്ടി. ആ ബ്രഷ് കൊണ്ട് അവൾ ഒരു ചിത്രം വരച്ചു. ആ ചിത്രത്തിന് ജീവൻ വെച്ചു. ആ ജീവൻ വെച്ച ചിത്രം ചോദിച്ചു, എന്താണ് മീനുട്ടിക്ക് ആവശ്യമെന്ന് ചോദിച്ചു. അങ്ങനെ മീനുട്ടി പറഞ്ഞു, എനിക്ക് ലോകം ചുറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ പെൻസിലിന് 2 ചിറക് വെച്ചുകൊണ്ട് മീനുട്ടിയെയും കൊണ്ട് ലോകം ചുറ്റാൻ വേണ്ടി പോയി. അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി താഴെ കഥക്ക് അനുയോജ്യമായ തലക്കെട്ട് നൽകാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? മീനുട്ടിയുടെ വിചിത്രമായ പെയിൻറ്റ് ബ്രഷ് അല്ലേ, അല്ലെങ്കിൽ മീനുട്ടിയുടെ മാജിക്കൽ ബ്രഷ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പേപ്പറാണ്. കൂട്ടുകാർ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതുക, ഓരോ സെൻറ്റൻസ് ആയിട്ട് എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും A+ തന്നെ കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? വളരെ സിമ്പിളാണ് അല്ലേ എക്സാംസ് ഒക്കെ. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.